336 ലിറ്റർ മദ്യം പിടിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ പോവുകയും BJPയുടെ ഓഫീസിൽ നിന്ന് മദ്യം പിടിക്കുകയും ചെയ്തു. അവർ 6 ലിറ്റർ മദ്യം പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, അത് കുറച്ച് വെച്ചിട്ടാണ് കേസെടുത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ RMS ഓഫീസിൽ 4 ബോക്സ്, വലിയ ബോക്സ് നിറച്ച് പണം കൊണ്ടുവന്ന് ഒരു കാറിൽ കയറ്റി കൊണ്ടുവന്നു. അവിടെ ഇന്ന് മനസ്സിലാക്കുന്നത് ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ബൈക്കിൻ്റെ നമ്പറായിരുന്നു എന്ന്. ആ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് കാറിൻ്റെ നമ്പറായി വെച്ചുകൊണ്ട് ആ രീതിയിൽ പണം അവിടെ നിന്ന് കൊണ്ടുവന്നുമാണ് മനസ്സിലാക്കുന്നത്. നിയമനിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലായി ഈ രീതിയിൽ ഒട്ടനവധിയായ മദ്യമൊഴുക്കുന്ന, പണമൊഴുക്കുന്ന രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പർ സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ പോലും അദ്ദേഹം 500 കോടി രൂപയുടെ സ്വത്ത് മറച്ചു വെച്ചുകൊണ്ടാണ് ആ സത്യവാങ്മൂലം കൊടുത്തത്. അദ്ദേഹം 5,80,000 രൂപ ടാക്സ് അടച്ചതിൻ്റെ രസീത് സഹിതം ഞങ്ങൾ ഹാജരാക്കി. അതിനുപോലും ഒരു നടപടി ഉണ്ടായില്ല. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പ് സത്യസന്ധമായും നീതിപൂർവമായും നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഫ്ലൈയിങ് സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്യണം.